ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് ഒന്ന് തത്സമയം പോകാം നമുക്ക്. ഞങ്ങൾക്ക് RSSനെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. അത് പോയാൽ എനിക്കൊരു മട്ടങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ അധികം പോകുന്നില്ല എന്ന് മാത്രം. എന്നാൽ കേരളത്തിലെ RSS ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയത് CPM-കാരെയാണല്ലോ. എന്തേ അതിനിടയാക്കിയത്? അവരെ ആക്രമിക്കാൻ പോയതുകൊണ്ടാണോ? അവരെ ഭയപ്പാട് സൃഷ്ടിക്കായിരുന്നില്ലേ? നാടിനെ ഭയത്തിൽ ഒതുക്കാൻ പറ്റുമെന്നല്ലേ നോക്കിയത്? CPM പോലൊരു പാർട്ടിയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് തങ്ങൾ ആഗ്രഹിക്കും വിധം ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാം എന്നല്ലേ അവർ പ്രതീക്ഷിച്ചത്? ആരാണ് അതിനെ പ്രതിരോധിച്ചത്? അഭിമാനപൂർവം CPM-ന് പറയാൻ പറ്റും, ഞങ്ങളാണ്, നിങ്ങൾക്കൊരു പങ്കും അതിലുണ്ടായിട്ടില്ല. കോൺഗ്രസിനോ UDF-നോ ഒരു പങ്കും അതിലുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് ഞങ്ങൾ അതെല്ലാം സഹിച്ചിട്ടുമുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി സഖാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോവുകയല്ല ചെയ്തത്. കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു? ഏതെല്ലാം തരത്തിലുള്ളത്? ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഞാനതിന്റെ മറ്റ് വിവരണങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ RSSുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത്. ഇവിടെ RSS ബന്ധം ആർക്കാണ് എന്ന് ഈ പറയുന്നവർക്കറിയില്ലേ? ചോദ്യം ചോദിച്ച മലയാള മനോരമക്കറിയില്ലേ? RSS ശാഖക്ക് ഞാൻ കാവൽ നിന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആര്? മറന്നുപോയോ? വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത്? RSS ശാഖക്ക് കാവൽ നിൽക്കുന്ന RSSകാരനെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ. എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത്? RSS ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ? ആര്? മലയാള മനോരമ എടുത്തു നോക്കണം. KPCCയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ? പരസ്യമായി പറഞ്ഞതല്ലേ? എടക്കാട്, തോട്ടട, കിഴുന്ന മേഖലയിൽ RSS ശാഖ തകർക്കാൻ CPM-കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖക്ക് കാവൽ നിന്നു എന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ആർക്കാണ് RSS ബന്ധം? മലയാള മനോരമക്ക് മറവി വന്നോ? ചില കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാൻ ഇതുകൂടി ഇരിക്കട്ടെ എന്ന് വെച്ചതാണോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. തലശ്ശേരി കലാപം, ആ കലാപകാലത്ത്
കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിന് വേണ്ടി, അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും, സഖാവ് UK കുഞ്ഞിരാമൻ നെരുവമ്പായി പള്ളി, ആ ഭാഗത്തെ പ്രസിദ്ധമായൊരു പള്ളിയാണ്. അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ ഒരു കൂട്ടം RSSകാർ വന്നു, പള്ളി ആക്രമിക്കണം. ഈ നിൽക്കുന്ന UK കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള വള്ളിയർമാർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ പള്ളി ആക്രമിക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ തീരും. അപ്പൊ ഇവര് സംയമനത്തോടെ പറഞ്ഞു, പള്ളി നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവത്തിന്മേലൂടെ മാത്രമേ സാധിക്കൂ. എന്ന് പറഞ്ഞാൽ ഈ സഖാക്കളെ നേരിട്ട് പരാജയപ്പെടുത്തി പള്ളിയിലേക്ക് കടക്കണം. അതിന് മാത്രം ബലം അവർക്കില്ല. അവർ തിരിച്ചുപോയി. തിരിച്ചുപോയവർ പക്ഷേ തീർത്തും തിരിച്ചു പോയില്ല. പിറ്റേ ദിവസം പുലർച്ചെ വരെ ഇവരാണ്, ഈ വളണ്ടിയർമാർ അവിടെ തന്നെ നിൽക്കുകയാണ്. രാവിലെ വീട്ടിലേക്ക് UK കുഞ്ഞിരാമൻ പോവുക. നിർവേലി അവിടെ ഒരു സ്ഥലത്ത് ഇവർ കാത്തു നിൽക്കുന്നുണ്ടായി. അവിടെ വെച്ചാണ് UK കുഞ്ഞിരാമനെ ആക്രമിച്ചത്. തലശ്ശേരി കലാപത്തിൽ പലർക്കും നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, വസ്തുവകകൾ നഷ്ടപ്പെട്ടു, പലതും നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമായിരുന്നു, സഖാവ് UK കുഞ്ഞിരാമന്റെ ജീവൻ. അത് ഈ സംഘപരിവാറുകാരെ തടയാൻ നിന്നതിന്റെ ഭാഗമായിട്ടുമായിരുന്നു. ഞങ്ങൾ ചെയ്തത് അത്, ഇവർ ചെയ്തത് RSSന്റെ ശാഖക്ക് സംരക്ഷണം നൽകിയത്. മലയാള മനോരമക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ.